പണം കൊണ്ട് നമുക്ക് എല്ലാം വിലയ്ക്ക് വാങ്ങാൻ പറ്റും എന്ന് നമ്മൾ കേൾക്കാറുള്ള ഒരു സംഭവമാണ് അല്ലേ? പണം കൊണ്ട് നമുക്ക് എല്ലാം വിലയ്ക്ക് വാങ്ങാൻ പറ്റുമോ? പണം സംസാരിക്കുമ്പോൾ വിവേകം നഷ്ടപ്പെടുന്നു. പണം കൊണ്ട് എല്ലാവരെയും വിലയ്ക്ക് വാങ്ങാം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു സംഭവമാണ്. ഇങ്ങനെ പറയുന്നവരെ സ്വയം വിൽക്കാൻ തയ്യാറായവരാണ്. സ്വഭാവ വൈശിഷ്ട്യവും ആർജവും മൂല്യബോധമുള്ളവർ ഒരിക്കലും ഇങ്ങനെ തയ്യാറാവില്ല. അതുകൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും, പക്ഷെ പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. വിനോദം നമുക്ക് പണം കൊടുത്ത് വാങ്ങാം, പക്ഷെ നല്ല ആനന്ദമോ പണം കൊടുത്താൽ കിട്ടുമോ? നമുക്ക് കിടക്ക പണം കൊടുത്താൽ കിട്ടും. വലിയ കിടക്കുകളും ഒരുപാട് കിടക്കുകൾ നമുക്ക് പണം കൊടുത്താൽ കിട്ടും, പക്ഷെ നല്ല ഉറക്കം കിട്ടണമെങ്കിലോ നമുക്ക് പണം കൊടുത്താൽ കിട്ടുമോ? പുസ്തകങ്ങൾ അതുപോലെ തന്നെയാണ്. പുസ്തകങ്ങൾ നമുക്ക് പണം കൊടുത്താൽ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങാൻ പറ്റും, പക്ഷെ നല്ല അറിവ് കിട്ടാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ക്ലോക്ക് നമുക്ക് വാങ്ങാൻ പറ്റും, പക്ഷെ നമുക്ക് സമയവും വാങ്ങാൻ പറ്റില്ല. നല്ല കൂട്ടുകാരെ നമുക്ക് പണം കൊടുത്താൽ എന്താ പറയുക, നമ്മുടെ കൂടെ ഒരുപാട് കൂട്ടുകാരുണ്ടാവും, പക്ഷെ യഥാർത്ഥ സുഹൃത്തുക്കളെ നമുക്ക് പണം കൊടുത്താൽ കിട്ടുമോ? വീട് നമുക്ക് എത്ര വലിയ വീടും കിട്ടും, പക്ഷേ നമുക്ക് കുടുംബ അന്തരീക്ഷമോ പണം കൊടുത്താൽ കിട്ടുമോ? അതുപോലെ തന്നെയാണ് മരുന്ന് നമുക്ക് എത്രയും വലിയ മരുന്നുകൾ അല്ലെ, എത്രയും വലിയ ഹോസ്പിറ്റലിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റും, പക്ഷെ ആരോഗ്യം എന്നൊരു സംഭവം പണം കൊടുത്താൽ നമുക്ക് കിട്ടുമോ? അതുപോലെ തന്നെയാണ് വിവാഹ മോതിരം. പണം കൊടുത്താൽ നമുക്ക് വലിയ വിവാഹ മോതിരമൊക്കെ വാങ്ങാൻ പറ്റും, പക്ഷേ വിവാഹ ബന്ധങ്ങളോ പണം കൊടുത്താൽ കിട്ടില്ല അല്ലെ? അപ്പൊ അടുത്ത വീട്ടിൽ വീണ്ടും കാണാം. ബൈ ബൈ.